ഹലോ, ഇറ്റ്സ് മീ വിന്ദുജ. ലൈഫ് സ്റ്റൈൽ ഡിസീസും നാച്ചുറൽ ഫുഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് കേരളീയരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഷുഗർ അഥവാ പ്രമേഹം. മധുരം കൂടുതൽ അടങ്ങിയ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും പലഹാരങ്ങളിൽ നിന്നുമൊക്കെ പിന്തിരിഞ്ഞു നിൽക്കുക എന്നത് ആർക്കും അത്ര എളുപ്പമൊന്നുമല്ല. ഒരു ആഘോഷമോ അല്ലെങ്കിൽ ഉത്സവമോ എന്തുമാകട്ടെ, ഇതിന് മധുരവും മധുര പലഹാരങ്ങളും ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല. എന്നാൽ നിയന്ത്രണമില്ലാതെ ഇവ കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുണ്ടാകുന്ന ചെറുതല്ലാത്ത വ്യതിയാനങ്ങളെ പോലും നിയന്ത്രിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളായവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഇത് വിളിച്ചു വരുത്തുന്നു. പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താൻ പാടുപെടുന്ന നിരവധി ആൾക്കാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നത് മുതൽ കഠിനമായ വ്യായാമങ്ങൾ വരെയുള്ള നിയന്ത്രണത്തിലേക്ക് പലരും എത്തിച്ചേരേണ്ടി വരുന്നു. എന്നാൽ നിങ്ങളിൽ രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിച്ചു നിർത്താൻ ചില ഭക്ഷണങ്ങൾ സഹായിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും സഹായം ചെയ്യുന്നതാണ്. അവയിൽ ചിലത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 1. മഞ്ഞൾ. ഈ സുഗന്ധവ്യഞ്ജനത്തിൽ ഉയർന്ന അളവിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പാൻക്രിയാസിനെ ആരോഗ്യകരമാക്കുകയും കഴിക്കുന്ന ഭക്ഷണങ്ങൾ വഴി പ്രീ ഡയബറ്റിസ് ടൈപ്പ് പ്രമേഹമായി മാറുന്നത് തടയുകയും ചെയ്യും. നിങ്ങളുടെ ദൈനംദിന പാചകത്തിൽ കൂടുതൽ വിഭവങ്ങളിലും മഞ്ഞൾ ചേർക്കുക. 2. ബീൻസ്. പയർ, അമര അല്ലെങ്കിൽ ബീൻസ് തുടങ്ങിയവയൊക്കെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങളാണ്. അവയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ്. അതിനാൽ തന്നെ അവ രക്തത്തിലെ ഷുഗർ ലെവൽ വർദ്ധിക്കുന്നതിന് കാരണമാക്കില്ല. അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ, ഗ്ലൈസമിക് ഡയറ്റിൻ്റെ ഭാഗമായി 3 മാസത്തേക്ക് ദിവസവും 1 കപ്പ് ബീൻസ് കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ ലെവലിൽ 0.5% പോയിന്റ് കുറവുണ്ടാക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവ നിങ്ങളുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും മികച്ച കാര്യമായിരിക്കും. 3. ഓട്സ്. ഓട്സ് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് മാത്രമല്ല നല്ലത്, ഇത് നിങ്ങളുടെ രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നതിന് ഗുണം ചെയ്യും. ഓട്സിന് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുണ്ട്. സ്റ്റീൽ കട്ട്, റോൾഡ് ഓട്സ് തുടങ്ങിയവ മികച്ചതാണ്. എങ്കിലും കൂടുതൽ പ്രോസസ്സ് ചെയ്ത ഓട്സ് ഗ്ലൈസമിക് സൂചികയിൽ കൂടുതലായിരിക്കും. അതിനാൽ തന്നെ അവ അനുയോജ്യമല്ല. 4. ആപ്പിൾ. ഒരു പ്രമേഹ ഭക്ഷണ പദ്ധതിയിൽ പഴങ്ങൾക്ക് പ്രത്യേക ഇടമില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആപ്പിളിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക ഉള്ളതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതോ ഇടത്തരവുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ളൊരു മാർഗമാണ്. ഒരു ആപ്പിൾ ദിവസവും കഴിക്കുന്നത് വഴി നാരുകൾ, വിറ്റാമിൻ സി ഇങ്ങനെ ശരീരത്തിൽ കൂടുതലായി എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ബാഗിൽ ഒരു ആപ്പിൾ കരുതുക. 5. ബ്ലൂബെറി. ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിനായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മറ്റൊരു ഫ്രൂട്ട്സ് ഓപ്ഷനാണ് ബ്ലൂബെറി. ഇത് കഴിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. ഹൃദയാരോഗ്യ സാധ്യത കുറയ്ക്കുന്നത് മുതൽ നിങ്ങളുടെ ശരീരം ഇൻസുലിൻ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന സംയുക്തങ്ങൾ ബ്ലൂബെറിയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രതിദിനം ഏകദേശം 2 കപ്പ് ബ്ലൂബെറി കഴിക്കുന്നത് അമിതഭാരമുള്ളവരിൽ പോലും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നു എന്ന് പറയപ്പെടുന്നു. അവ ഫൈബറുകൾ, വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയ പോഷകങ്ങളുടെ മികച്ച ഉറവിടം കൂടിയാണ്. 1/2 കപ്പ് ഫ്രഷ് ബ്ലൂബെറി അല്ലെങ്കിൽ ഫ്രോസൺ ബ്ലൂബെറി മധുരമില്ലാത്ത തൈരിൽ ചേർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും. 6. ചീര. ഈ ഇലക്കറി 1 കപ്പ് പാകം ചെയ്ത് കഴിച്ചാൽ പോലും ഇതിൽ വെറും 21 കലോറി മാത്രമാണ് ശരീരത്തിൽ എത്തിച്ചേരുന്നത്. കൂടാതെ രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നതിന് അനുയോജ്യമായ മഗ്നീഷ്യവും ഫൈബറും ഇത് നൽകുകയും ചെയ്യുന്നു. കൂടാതെ ചീര അസംസ്കൃതമായി ഒലിവ് ഓയിൽ ഉപയോഗിച്ച് പാചകം ചെയ്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ പാലക് പനീറിൽ ചേർത്ത് കഴിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ഡ്രിങ്കിലും സാലഡുകളിലും ഒരു പിടി ചീര ചേർക്കുന്നത് നന്നായിരിക്കും. 7. ബദാം. നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ധാതുവായ മഗ്നീഷ്യം ബദാമിൽ ഏറ്റവും കൂടുതലുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കുന്ന ഈ ധാതുക്കളുടെ ദൈനംദിന ഡോസ് ലഭ്യമാക്കി നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ബദാം ചേർക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ബദാം പോലുള്ള നട്ട്സുകളിൽ മോണോസാച്ചുറേറ്റ് ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ, ഫൈബർ എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്.
ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനുള്ള മികച്ച മാർഗമായി പ്രവർത്തിക്കുന്നു. ആരോഗ്യകരമായ ലഘുഭക്ഷണത്തിനായി ദിവസത്തിൽ ഒരു തവണ 300 ഗ്രാം ബദാം കഴിക്കുക. ഈ പറഞ്ഞ നാച്ചുറൽ നട്ട്സുകൾ നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അടുത്ത ലൈഫ് സ്റ്റൈൽ ഡിസീസും നാച്ചുറൽ ഫുഡ്സുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.